ഹായ്, ഞാൻ ധനുജ. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ആണ്. ഇപ്പോൾ പ്രീടേം കുട്ടികളുടെ ഡെവലപ്മെന്റ് ഫോളോ അപ്പിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ പ്രീടേം കുഞ്ഞുങ്ങൾ എന്താണ്? 37 ആഴ്ച വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മാസം തികഞ്ഞ് ജനിച്ച കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ടേം ബേബീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനു മുന്നേ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ പ്രീടേം ബേബീസ് എന്ന് പറയുന്നു. അപ്പൊ ഇന്ത്യയിൽ ഒരു 10 മുതൽ 12% വരെയുള്ള കുഞ്ഞുങ്ങൾ മാസം തികയാതെ ജനിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ അമ്മയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റേണൽ ഏജ്, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ തൂക്കക്കുറവുണ്ടാവുക, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, അതായത് ട്വിൻസോ ട്രിപ്ലെറ്റ്സോ അതുപോലെയുള്ള ഹൈ ഓർഡർ ആയിട്ടുള്ള പ്രഗ്നൻസീസ്, പ്ലാസന്റയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ അമിതമായ BP ഉണ്ടാവുക തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾ മാസം തികയാതെ ജനിക്കാം. ഈ കുഞ്ഞുങ്ങൾ ഫിസിയോളജിക്കലിയും അനാട്ടമിക്കലിയും വളരെ ഇമ്മച്വർ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലങ്ങളിൽ ഇവരുടെ സർവൈവൽ റേറ്റ് വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്നത്തെ ബെറ്റർ ആയിട്ടുള്ള നിയോനേറ്റൽ കെയർ ഇവരുടെ സർവൈവൽ റേറ്റിനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പോലും സമപ്രായക്കാരായ ടേം ബേബീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരിൽ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഡെവലപ്മെന്റൽ ഡിലേസ്, ലേണിംഗ് ഡിസബിലിറ്റീസ്, സ്വഭാവത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഈ കുഞ്ഞുങ്ങളെ ആദ്യത്തെ 2 വയസ്സ് വരെ ഡെവലപ്മെന്റ് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ഫോളോ അപ്പ് വഴി ഇവരുടെ വികാസം പ്രായത്തിനനുസരിച്ചാണോ, കാലതാമസം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ അത് കണ്ടുപിടിച്ച് ശരിയായ തെറാപ്പികളിലൂടെ ഇവരെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ അപ്പിലൂടെ ചെയ്യുന്നത്.